ഈ അടുത്ത കാലത്തായി കുറച്ച് പേഷ്യൻസ് എനിക്ക് വാട്സാപ്പിലൂടെയും ക്ലിനിക്കിൻ്റെ നമ്പറിലൂടെയും ഇൻഫോം ചെയ്തു മിനോക്സിൽ യൂസ് ചെയ്തിട്ട് വേർവൂൾഫ് സിൻഡ്രോം, അതായത് കുട്ടികളിൽ കരടി പോലെ രോമങ്ങൾ വരുന്നു. ആ അർത്ഥത്തിൽ അത് പത്രമാധ്യമങ്ങളിലുള്ള ന്യൂസ് തന്നെയാണ് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് റിസ്മി, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനാണ്. ഇപ്പോൾ വേർവൂൾഫ് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളിൽ രോമങ്ങൾ കൂടുതലായിട്ട് വരിക, അതാണ് ഹൈപ്പർട്രൈക്കോസിസ് വാനിവേഴ്സ. ഹൈപ്പർട്രൈക്കോസിസ് കൂടുതലായിട്ട് എക്സസീവ് ഗ്രോത്ത് വരുന്നതിനാണ് അതിനെ പറയുന്നത്. വേർവൂൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്. മനുഷ്യൻ്റെ രൂപത്തിൽ നിന്നും വൂൾഫിൻ്റെ ഇതിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആ രോമങ്ങൾ ഉള്ളതിനാണ് ആ ഒരു ഹൈപ്പർട്രൈക്കോസിസ് കൂടുതൽ രോമമുള്ളതിനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട്സുകൾ എന്ന് പറഞ്ഞാൽ സ്പെയിനിൽ ഈ അടുത്ത കാലത്തായി കുറച്ച് ഇൻഫൻസ്, അതായത് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ തൈസ്, അപ്പർ ബാക്ക് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ഹെയർ ഗ്രോത്ത് കണ്ടുവരുന്നത് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെയുള്ള ഫാർമക്കോ വിജിലൻസ് ടീം അന്വേഷിച്ചപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇൻഡെക്സ് കേസിൻ്റെ കുട്ടിൻ്റെ വിഷയത്തിൽ വന്നത് അവരുടെ ഫാദർ ലീവിനും, അതായത് കുട്ടീനെ നോക്കാൻ കെയർ ഗീവറായിട്ട് 1 മന്ത് ലീവ് എടുത്തു. കുട്ടീനെ നോക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ കുട്ടിക്ക് കൂടുതൽ ഹെയർ ഗ്രോത്ത് വന്നതായിട്ട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കഷണ്ടി ഉള്ളതുകൊണ്ട് മിനോക്സിലിൽ 5% യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ കുട്ടിയെ ഇദ്ദേഹം കെയർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് വന്നത്. അപ്പോൾ അത് മിനോക്സിലുമായിട്ട് കാരണമാവാമെന്ന് അവർ കണ്ടുപിടിക്കാനുള്ള കാരണം അത് നിർത്താൻ വേണ്ടി പറഞ്ഞു. ഫാദർ നിർത്തിയപ്പോൾ ആ കുട്ടിൻ്റെ ഹെയർ ഗ്രോത്തും മെല്ലെ മെല്ലെ അത് പോവുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ന്യൂസിനെ നമ്മുടെ പത്രമാധ്യമങ്ങൾ ഇപ്പോൾ ഒരാൾ ഫോട്ടോ അയച്ചതാണ് ഒരു മലയാള പത്രത്തിൽ വന്നത്. ഒരു കൺജന്റൽ മെലനോസൈറ്റിക് നീവസ്, ഈ കാണുന്ന ഫോട്ടോ, അതായത് ഒരു മറുക് ചിലർക്ക് ഒരു ഭാഗത്ത് മൊത്തമായിട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ മുഖത്തുള്ള മറുകിൻ്റെ മേലെ രോമങ്ങൾ വരുന്ന പോലെ ആ ഭാഗം മൊത്തം രോമാവൃതമായിട്ട് വരും. ആ ഫോട്ടോ ആണിത്. ഈ പറഞ്ഞ കണ്ടീഷനല്ല, മിനോക്സിൽ ഉപയോഗിച്ച് വന്നതല്ല. അപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് ആൾ പേടിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, ഇതുപോലെയൊക്കെ വരുമോ. പിന്നെ ആൾക്കാർക്കുള്ള പേടി എന്ന് പറഞ്ഞാൽ ഇതിന് ആ ഒരു ന്യൂസ്, അതെപ്പോഴും ന്യൂസ് വാല്യൂവിന്റെ പേരിൽ അത് എപ്പോഴും പേടിപ്പിക്കുക, ആൾക്കാർക്ക് കൂടുതൽ എന്താണ് കൂടുതൽ വായിക്കുക, കൂടുതൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, ഇപ്പോൾ ഒരു പെരുപ്പിച്ചിട്ടാണല്ലോ പറയാൻ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇവർ വിചാരിക്കുന്നത് മിനോക്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിലിരുന്ന കുട്ടികൾക്ക് ഇതുപോലെ വരും എന്നുള്ള അർത്ഥത്തിൽ ഒരു മെയിൽ പേഷ്യൻ്റാണ് ഇതെൻ്റെ അടുത്ത് ചോദിച്ചത്, അത് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. കാരണം പേടി എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകുന്ന കുട്ടികൾ ഇതുപോലെ വരുന്നു, അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനേ അല്ല, ജസ്റ്റ് നേരിയ രീതിയിലുള്ള ഹൈപ്പർട്രൈക്കോസിന്റെ ഫോട്ടോ ഞാനിത് കാണിക്കാം. ഈ രീതിയിലുള്ള ചെറിയ ഗ്രോത്ത് ആണ് ഉണ്ടാവാൻ. അത് നമ്മൾ സാധാരണ മിനോക്സിൽ ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ പറയും, ഉപയോഗിച്ചതിന് ശേഷം ഹാൻഡ് വാഷ് ഒക്കെ നല്ലോണം സോപ്പിട്ട് കഴുകണം. അത് കാരണം അവിടെയാണ് തട്ടുന്നത്. അല്ലെങ്കിൽ മിനോക്സിൽ ഒന്ന് ഒലിച്ചിറങ്ങിയാൽ തന്നെ ചിലർക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ മുഖത്തൊക്കെ ചെറിയ രോമ വളർച്ച കൂടുതലുണ്ടാവും. കാരണം അത് അത്രയും പൊട്ടൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വരുത്തിക്കുന്ന ഒരു മരുന്നായത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അത് നോർമലായിട്ട് യൂസ് ചെയ്യുന്നവർ തന്നെ പറയും നിങ്ങളത് തേച്ചതിന് ശേഷം അത് കഴുകിക്കളയണം എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഗുളിക പോലും വരുന്നുണ്ട് ഉള്ളിലേക്ക് എടുക്കുന്ന രീതിയിൽ. ചിലപ്പോൾ ആ ഒരു ഫാദർ ഗുളികയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം അദ്ദേഹം തേച്ചതിന് ശേഷം ആ കുട്ടിനെ പരിപാലിക്കുന്ന സമയത്ത് എവിടെയാണോ തൊട്ടത് ആ ഭാഗത്താണ് ഗ്രോത്ത് വന്നിട്ടുള്ളത്. കാരണം കുട്ടികളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്, എക്സസീവായിട്ട് ബ്ലഡിലേക്ക് കയറാം. ഒരു സ്കിന്നിൽ തട്ടിയാൽ തെളിച്ച ബ്ലഡിൽ വന്നിട്ട് മറ്റുള്ള ഭാഗത്തും ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും ആ കുട്ടിയിൽ തന്നെ ഫാദർ ആ ഒരു മിനോക്സിൽ ഉപയോഗിക്കുന്നത് നിർത്തിയപ്പോൾ അത് പൂർണ്ണമായി ഭേദമാവുകയും ചെയ്തു. അപ്പോൾ ഒരിക്കലും ആ രീതിയിൽ ഭാവിയിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് വരുമെന്നോ അർത്ഥത്തിലൊന്നും പേടിക്കേണ്ടതില്ല. പിന്നെ ഈ ഒരു കണ്ടീഷൻ തന്നെ ഒരു 11 പേരിലാണ് കണ്ടിട്ടുള്ളത്. ലോകത്ത് തന്നെ ഹൈപ്പർട്രൈക്കോസിസ് എന്ന് വളരെ റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അത് മിനോക്സിൽ ഉപയോഗിക്കുന്ന, ഇപ്പോൾ അവർ തന്നെ ആ ഒരു ഫാർമക്കോ വിജിലൻസ് ടീം സ്പെയിനിലുള്ള അവർ നെക്സ്റ്റ് ലീഫ്ലെറ്റിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ കുട്ടികളെ പരിപാലിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രം ഉദ്ദേശിക്കുന്നു, നിരോധിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ മലയാള പത്രമാധ്യമങ്ങളിൽ വന്നതുപോലെയുള്ള ഈ ഒരു അർത്ഥത്തിലുള്ള മെലനോസൈറ്റിക് നീവസ് അല്ല, വളരെ തിന്നായിട്ട് കുറച്ച് എക്സസീവ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഭാവിയിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഉപയോഗിക്കുന്ന ആൾ കുട്ടികളെ കെയർ ചെയ്യുമ്പോൾ ആ കയ്യിൽ മിനോക്സിലിൻ്റെ അത് ഉണ്ടെങ്കിൽ ആ കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പേടി, മിഥ്യായിട്ടുള്ള ആ ഒരു എക്സസീവ് ഫിയർ ഒഴിവാക്കാനായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.